നമസ്കാരം. വിമർശിക്കുന്നവർക്കെതിരെ എല്ലാം കേസ് കൊടുത്ത് ഹണി റോസ് റെക്കോർഡ് തകർക്കാൻ പോവുകയാണെന്നുള്ള രീതിയിലാണ് ഹണി റോസ് ഇന്നലെ രാഹുൽ ഈശ്വറിനെതിരെ കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുന്നത്. ഇന്നലെ തന്നെ രാഹുൽ ഈശ്വറിനെതിരെ ഫേസ്ബുക്ക് ഇൻസ്റ്റാ പേജുകളിൽ ഹണി റോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. താങ്കൾ മാപ്പർഹിക്കുന്നില്ല, താങ്കൾക്കെതിരെ ഞാൻ കേസിന് പോവുകയാണ്, താങ്കൾ എൻ്റെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന തരത്തിലായിരുന്നു പോസ്റ്റ്. എന്ത് തന്നെയായാലും നമ്മൾ ആരും ഏതൊരു വ്യക്തികളും വിമർശനാതീതമല്ല. വിമർശിക്കുന്ന ആൾക്കാരെയെല്ലാം ഹെൽത്തി ഒരു ക്രിറ്റിസിസം എപ്പോഴും ആവശ്യമാണ്. ഒരു പബ്ലിക് ഫിഗറോ അല്ലെങ്കിൽ പബ്ലിക്കിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് എപ്പോഴും ഹെൽത്തി ക്രിറ്റിസിസം നമ്മൾ ഉണ്ടാവും എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. കാരണം ഹണി റോസിനെ പോലുള്ളൊരു വ്യക്തി എപ്പോഴും ഒരു ഡ്രസ്സിങ് സെൻസ് എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഇഷ്ടമായിരിക്കാം, അത് നമ്മളാരും ഇടപെടുന്നില്ല. പക്ഷേ ആ ഡ്രസ്സിങ് സെൻസ് അവരെ പോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടാം. 100 പേരുണ്ടെങ്കിൽ 90 പേർ ചിലപ്പോൾ ഇഷ്ടപ്പെടും, 10 പേർക്ക് ഇഷ്ടപ്പെടാത്തവർ അവർ ക്രിട്ടിസൈസ് ചെയ്യും. പക്ഷേ അത് അതിര് കടക്കുമ്പോഴാണ് പ്രശ്നം. ആ അതിര് കടക്കാതെ എല്ലാവർക്കും ആരെയും വിമർശിക്കാനുള്ള അവകാശം ഇന്ത്യൻ മഹാരാജ്യത്തിനുണ്ട്. ഇന്ത്യ മഹാരാജ്യത്തിൽ അതിനുള്ള നിയമവ്യവസ്ഥയുണ്ട്. അല്ലാതെ ഹണി റോസിന് മാത്രം ഏത് ഡ്രസ്സും ധരിക്കാം, വേറെ ആർക്കും വിമർശിക്കാൻ പാടില്ല, എല്ലാവരും കണ്ണും പൂട്ടി ഇരിക്കണം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ രാജ്യത്ത് നടപ്പിലാവുന്ന കാര്യമല്ല. ഏതെങ്കിലും ഒരു സ്ത്രീ കൊണ്ടുവന്ന് എപ്പോഴും ഒരു പരാതി കൊടുത്താൽ എല്ലാ പുരുഷന്മാരെ അകത്തിടാനാണെങ്കിൽ ഇന്ത്യയിലെ ജയിലുകളൊന്നും തികയാതെ വരും. കാരണം അത്രമാത്രം വിമർശനങ്ങളാണ് ഹണി റോസിൻ്റെ പോസ്റ്റുകൾക്ക് താഴെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഹണി റോസ് എപ്പോഴും ഒരു വിചാരിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മളെപ്പോഴും നമ്മളുടെ കാര്യങ്ങൾ തിരക്കി നമ്മൾ നമ്മൾക്കെതിരെ പ്രവർത്തിച്ച അല്ലെങ്കിൽ ലൈംഗിക അധിക്ഷേപം നടത്തി അല്ലെങ്കിൽ നമ്മളെ ആക്രമിച്ച അല്ലെങ്കിൽ നമ്മളെ സ്ത്രീത്വത്തെ അപമാനിച്ച ഒരു വ്യക്തിക്കെതിരെ നമ്മൾ കേസ് കൊടുത്തു. അയാൾ പ്രമുഖ വ്യവസായിയാണ് എങ്കിൽ പോലും അയാളെ 24 മണിക്കൂറിൽ തന്നെ അറസ്റ്റ് ചെയ്തു, ജയിലിലാക്കി, കേസ് രജിസ്റ്റർ ചെയ്തു, മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ ഹാജരാക്കി റിമാൻഡിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മുടെ ജോലിയുമായിട്ട് മുന്നോട്ട് പോകുക. അല്ലാതെ ഈ വിമർശിക്കുന്ന ആണുങ്ങൾക്കെതിരെയെല്ലാം രാഹുൽ ഈശ്വറിനെ പോലെ വിമർശിക്കുന്ന ആൾക്കാരെ അവർ വിമർശിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ചിലപ്പോൾ വിമർശിക്കാൻ തോന്നും. കാരണം നിങ്ങളുടെ ഡ്രസ്സിങ് രീതി ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുമെന്ന് വരില്ല, വേറെ ആൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും. അപ്പോൾ നമ്മൾ വിമർശിക്കും. പക്ഷേ ആ വിമർശനം ഹെൽത്തി ആണോ എന്ന് മാത്രം നോക്കുക, നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരും. അല്ലാണ്ട് വിമർശിക്കുന്നവർക്കെതിരെയെല്ലാം കേസിന് പോകാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിഗ്നിറ്റി തന്നെയാണ്, നിങ്ങൾക്ക് ഉള്ള ഒരു ഡിഗ്നിറ്റി പോലും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വരും ഹണി. അപ്പോൾ അതുകൊണ്ട് അത് തന്നെ എല്ലാ പുരുഷന്മാരെയും ഭീഷണിപ്പെടുത്തുന്ന തരത്തിലാണ് ഇപ്പോൾ ഹണി റോസ് ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഇപ്പോൾ രാഹുൽ ഈശ്വറിനെതിരെ കേസ് കൊടുത്തു, ഞാൻ കേസ് കൊടുക്കാൻ പോവാണെന്ന് പറഞ്ഞ് ഇൻസ്റ്റയിലിടുക, ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസ് കൊടുക്കാൻ പോകണമെന്ന് പറഞ്ഞ് ഇൻസ്റ്റയിലിടുക, അതുപോലെ തന്നെ ഇനിയും എന്നെ പറയുന്ന ആണുങ്ങൾക്കെതിരെ എല്ലാം ഞാൻ കേസ് കൊടുക്കുമെന്ന് പോയിട്ട് ഇൻസ്റ്റയിലിടുക, ഫേസ്ബുക്കിലിടുക. അപ്പോൾ ഇതൊക്കെ ഒരു തരത്തിൽ സൊസൈറ്റിയിലേക്ക് ഒരു ഭീഷണിപ്പെടുത്തലാണ്. കാരണം ഇവരെ ആരും വിമർശിക്കാൻ പാടില്ല, ഇവർ വിമർശനത്തിന് അതീതയാണ്, ഇവരെന്തോ വലിയ മഹാസംഭവമാണ്, എനിക്ക് ഉള്ളതുപോലെ ഞാൻ ഡ്രസ്സ് ഇടും, ഇവർക്ക് ഇഷ്ടമുള്ളതുപോലെ ഡ്രസ്സ് ഇട്ടാൽ ഇഷ്ടമുള്ളതുപോലെ ആൾക്കാർ പറയും. പക്ഷേ അത് ലൈംഗിക അധിക്ഷേപമോ സ്ത്രീത്വത്തെ അപമാനിക്കലോ ആയാൽ മാത്രമേ നിങ്ങൾക്കത് ഏതൊരു പോലീസിനും നിയമവ്യവസ്ഥയും കേസെടുക്കാൻ പറ്റൂ. ആർക്കും ആരെ വിമർശിക്കാം. കാരണം ഫ്രീഡം ഓഫ് സ്പീച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ കൃത്യമായിട്ടുള്ള മൗലികാവകാശം പറയുന്നതാണ്. നിങ്ങൾക്ക് മാത്രമല്ല മൗലികാവകാശം, ഈ ലോകത്തിലെ സകല ചരാചരങ്ങൾക്കും പുരുഷനും സ്ത്രീക്കും എല്ലാവർക്കും ഒരേപോലുള്ള തുല്യ അവകാശമാണ്. പിന്നെ സ്ത്രീക്ക് കായികക്ഷമതയിൽ കുറച്ച് ഇളവുണ്ടായതുകൊണ്ട് സ്ത്രീക്ക് കുറച്ച് പരിഗണന കൂടുതലുണ്ടായിരുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. കാരണം ഈ ഒരു നിയമവ്യവസ്ഥയിൽ സ്ത്രീക്ക് ഇത്ര പരിഗണനയുടെ ആവശ്യമൊന്നുമില്ല. കാരണം സ്ത്രീ സ്ട്രോങ് ആണെങ്കിൽ എവിടെയും സ്ത്രീക്ക് നിലനിൽക്കാൻ പറ്റും. എന്നോട് എന്താടീന്ന് ചോദിക്കുന്നില്ല, എന്താണെന്ന് തിരിച്ചു ചോദിക്കാൻ കഴിയണം. അല്ലാണ്ട് അവരോട് കൂടി ചിരിച്ച് നിന്നിട്ട് അല്ലെങ്കിൽ അവരുടെ കൂടെ മിങ്കിൾ ചെയ്തിട്ട് അവരുടെ കൂടെ കോപ്പറേറ്റ് ചെയ്തിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് അത് തെറ്റായി പോയി എന്ന് ആരെങ്കിലും പറയുമ്പോഴല്ല നമ്മൾ സ്വയം നമ്മളെ തിരിച്ചറിയുക. നമ്മൾക്ക് തെറ്റാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ അപ്പോൾ തന്നെ ഏത് പബ്ലിക്കിലായാലും തുറന്ന് പറയാൻ ചങ്കൂറ്റം കാണിക്കുക. കാരണം കൊച്ചു കുട്ടികൾ മുതൽ നമ്മൾ 10 വയസ്സ് തൊട്ട് തിരിച്ചറിവ് തുടങ്ങുന്ന പ്രായത്തിൽ തന്നെ നമ്മുടെ മക്കളെയായാലും നമ്മുടെ കുഞ്ഞുങ്ങളെയായാലും നമ്മുടെ സഹോദരിമാരെയായാലും പറഞ്ഞു പഠിപ്പിക്കേണ്ട ഒരു പാഠമാണ്. നമുക്ക് എവിടെയാണോ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ കാണുന്നത്, നമുക്ക് ഇഷ്ടപ്പെടാത്ത പ്രവർത്തികൾ ആരിൽ നിന്നാണോ ഉണ്ടാകുന്നത്, ആ പ്രവർത്തികൾ അപ്പോൾ തന്നെ നോ എന്ന് പറയാൻ പഠിക്കുക. എനിക്ക് താല്പര്യമില്ല, എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയാൻ പഠിക്കുന്നതാണ് ഏതൊരു വ്യക്തിയുടെയും ഏതൊരു സ്ത്രീയും ചെയ്യേണ്ടത്. അല്ലാണ്ട് പുരുഷന്മാരേക്കാൾ കായികക്ഷമത കുറവാണ്, അല്ലെങ്കിൽ പുരുഷന്മാരെ എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നത് ഒരിക്കലും നമുക്കത് ഒരു സഹിക്കാൻ കഴിയും അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ പുരുഷനെ ഇപ്പോൾ ഭീഷണിപ്പെടുന്ന തരത്തിലാണ് ഹണി റോസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും പോസ്റ്റ് ഇടുന്നു, ഞാൻ എന്നെ പറയുന്ന പുരുഷന്മാരെ മുഴുവൻ കേസ് കൊടുക്കും. അത് ശരിയാണ്. അധിക്ഷേപിക്കുന്നവരെ, ലൈംഗിക അതിക്രമം കാണിക്കുന്നവരെ, അതുപോലെ തന്നെ സ്ത്രീത്വത്തെ അപമാനിക്കുന്നവരെ കേസ് കൊടുക്കും. പക്ഷേ ഹെൽത്തി ആയിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാരെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഉള്ള ഡിഗ്നിറ്റി നഷ്ടപ്പെടുമാണ്. പ്രധാനമായിട്ടും അവർക്കിപ്പോൾ ഒരു പുതിയ മൂവി വന്നിട്ടുണ്ട്, റേച്ചൽ എന്ന് പറയുന്നൊരു മൂവി അവരുടെ ഇറങ്ങാൻ പോകുന്നതാണ് തോന്നുന്നത്. അതിൻ്റെ മൂവിയുടെ ഒരു സ്റ്റണ്ട് ആയിരിക്കും. അവർക്ക് പബ്ലിക്കിൽ കുറച്ചും കൂടി ഇതാവാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല. എന്ത് തന്നെ അവർക്ക് മൂവിയോ കാര്യങ്ങളോ ഇല്ലാതെ അവർ ഉദ്ഘാടനം
ഭിക്ഷാടനം കൊണ്ട് മാത്രം ജീവിച്ച ഒരു നടിയായതുകൊണ്ട് തന്നെ അവർക്കൊരു മൂവി വരുമ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സിനിമകളൊന്നും അധികം വിജയിക്കാതിരിക്കുന്ന ഒരു സാഹചര്യമാണ്. തിയേറ്ററിലൊക്കെ പോയിട്ട് സിനിമാക്കാരുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ട ഈ കാലഘട്ടത്തിൽ ഈ സിനിമ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള ഏതെങ്കിലും ഒരു അജണ്ട ഇതിൻ്റെ പിന്നിലുണ്ടോ എന്നും എനിക്ക് സംശയം തോന്നുകയാണ്.